അപ്പോൾ ഇന്ന് ലൂക്കേസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബർത്ത്ഡേ അടിച്ച് പൊളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ആണ്. അതെ, ഹാപ്പി ബർത്ത്ഡേ ലൂക്കേസ്. അപ്പൊ ഇന്ന് ലൂക്കേസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ബർത്ത്ഡേ അടിച്ച് പൊളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇന്ന് ലൂക്കസ് പറയുന്ന പോലെ ആയിരിക്കും നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ലൂക്കസ് രാവിലെ പറഞ്ഞാൽ നമുക്ക് മൂവിക്ക് പോകണമെന്ന്. അപ്പൊ നമ്മൾ നേരെ നമ്മൾ ഇവിടെ മൂവി തിയേറ്ററിൽ വന്നിക്കാണ്. നമ്മൾ ഇനിയിപ്പോ മൂവി കാണാം. ഏതാ മൂവി ഏതാ? ഓ, ഇറ്റ്സ് എ സർപ്രൈസ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇതുണ്ട് ഇവിടെയാണ് കാണാൻ വന്നത്. അപ്പൊ ഇവിടെ ഇതുണ്ട്, ഇവിടെ ഭയങ്കര ലക്സ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സോഫയിൽ ഇരുന്ന് ബ്ലാങ്കറ്റ് ഒക്കെ തരുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് സംഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ട് ഇവിടെ കുറേ മൂവീസ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഏത് മൂവീസാണ് കാണേണ്ടതെന്ന് നമ്മൾ ഇൻസൈഡ് ഔട്ട് 2 ഐമാക്സ് ആണ് നമുക്ക് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഹലോ, ഹായ് വി നീഡ് ഇൻസൈഡ് ഔട്ട് 2 10:31 ഗൈസ്. അപ്പം ഈ കാണുന്ന ഇതൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മളിവിടേക്ക് വന്നിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവർ നമ്മളോട് പറഞ്ഞു മേളിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്തുണ്ടോ അവിടെ GSC മൂവീസിൻ്റെ തിയേറ്റർ അവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് 2 അല്ല, നമ്മൾ 10:30 മൂവിക്കല്ലേ പോകുന്നത്. ഓക്കെ, 10:30 മൂവിക്ക് കേട്ടോ. ഇതുണ്ടോ ഇവിടെ GSCയുടെ 4DX IMAX Play Plus ഡോൾബി അറ്റ്മോസ് ഇതൊക്കെയാണ് നമുക്കുള്ളത്. ഇതുണ്ട് ഇവിടെ ഈ ടിക്കറ്റ് എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതുണ്ട് IMAX നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമ്മൾ 10:30 AM ഇവിടെ ഇതല്ലേ സ്ക്രീന്, നമുക്ക് ഏറ്റവും പുറയിലിരുന്നാലോ? ഓക്കെ നമുക്ക് ഇവിടെ ഇരിക്കാം B1 ഇരിക്കാം, ഇവിടെ ഇരിക്കാം. 1 2 3 4 ടിക്കറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ഫുഡൊക്കെ സെലക്ട് ചെയ്യാൻ കേട്ടോ. ഇതുണ്ട് ഇവിടെ പോപ്കോൺ കോംബോ, ഹോട്ട് ഫുഡ്, പിന്നെ ഡ്രിങ്ക്സ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പോപ്കോൺ കോംബോ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതുണ്ട് ഒരു പേയ്മെൻറ്റ് പേജ് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇതുകൊണ്ട് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് ഇതുകൊണ്ട് ഇപ്പം 152 റിംഗറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ടിക്കറ്റ് നമുക്കിപ്പോൾ പ്രിൻ്റ് ചെയ്ത് കിട്ടും. പ്ലീസ് ടേക്ക് യുവർ ടിക്കറ്റ്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് 4 ടിക്കറ്റ് നമുക്ക് കിട്ടി. ഹൗ ഇസ് ഇറ്റ്? ഓക്കെ, 4 ടിക്കറ്റ് കിട്ടിയോ? ഇനി നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം. ഓ, പുതിയ വാച്ചല്ലേ, ഒന്ന് കാണിച്ച്. ഓ, ഇപ്പൊ എത്രയായി സമയം? 10:25. ഓ, വെരി ഗുഡ് ലോറ, അടിപൊളി, സൂപ്പർ. ഡിജിറ്റൽ വാച്ച് അല്ല, കണ്ടോ, അനലോഗ് വാച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ലോറ സമയമൊക്കെ പറയുന്നത്. ഇവിടുത്തെ ഈ മൂവി തിയേറ്ററിലുണ്ടോ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. വേറെ ടിക്കറ്റ് കൗണ്ടറുകളൊന്നുമില്ല, ഈ ഒരു മെഷീൻ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. പിന്നെ അവിടെ ഒരു കഫേ ഉണ്ട്, പിന്നെ ഇവിടെ ഫുഡ് കളക്ഷന്, പിന്നെ ഇതുണ്ട് ഇവിടെ ഒരു കുറച്ച് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇങ്ങനെ കയറി പോകണം. അതായത് IMAX ആണെങ്കിൽ ഇത് 4DX Play Plus ഇതിങ്ങനെ നമുക്കിങ്ങനെ അകത്തോട്ട് സ്ക്രീൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോപ്കോണൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അകത്തോട്ട് കയറി പോകാം. ഇത് ഇത്രയും ഇതാണോ ലാർജ് പോപ്കോൺ? ഓ നൈസ്. IMAX വന്നിട്ട് കുറേ നാളായി. കാരണം നമുക്ക് IMAXൽ ഇപ്പം നല്ല മൂവീസ് ഒന്നും വരുന്നില്ല. ഈ മലയാളം മൂവീസ് ഒന്നും IMAXൽ ഇവിടെ വരത്തില്ല. ഇത് ഈ മറ്റേ സാധാരണ തിയേറ്ററിലാണ് വരുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിതുണ്ട് ഇങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. നമ്മുടെ ഏതാ 1 to 13 അല്ലേ? ഓക്കെ, ദിസ് സൈഡ്. കയറിക്കോ ഇവിടെ കയറിക്കോ. 1 to 13, 1 to 14 ഈ വഴിയും 15 to 28 ഈ വഴിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു മൂവി തിയേറ്റർ സെറ്റപ്പ്. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇതാണ് സ്റ്റോപ്പ് റെക്കോർഡിങ്. ഗൈസ് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ നേരെ Yes, no, it's not dark. രാവിലെ 10:00 വന്നിട്ട് ഇരുന്ന് മൂവി കാണുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? നീ IMAX വന്നിട്ടുണ്ടോ? I'm not good enough. Come on, Riley. Get
Get it together. Come on, Riley, get it together. I'm not good enough. Think right. Oh, remember the lie? Are we gonna tell her about the firehouse? Objection. Good. Okay. Lucas അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. Lucas വായിക്കട്ടെ കിട്ടിയ മൂവീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ പിള്ളേർക്ക് പറ്റിയ മൂവിയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ് അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് നേരെ അടുത്ത പരിപാടിക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കൊറിയൻ ബാർബിക്യൂ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതുണ്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ബാർബിക്യൂ നമ്മൾ ഒത്തിരി നാളായി ചെയ്തിട്ട്. ഇപ്പോൾ ഇത് ടേബിൾ ബാർബിക്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിതുണ്ട് കൊറിയൻ ബാർബിക്യൂ ചെയ്യാൻ പറ്റുകയാണ് കേട്ടോ. ഈ സംഭവങ്ങൾ ഇതൊക്കെ ലൈറ്റിങ് കാര്യങ്ങളാണ്. പിന്നെ ഇതുണ്ട് ഇത് ഇവിടെയാണ് മറ്റേ ആ ഒരു കല്ല് പോലത്തെ ഒരു സാധനം വെക്കുന്നത്. ആ കല്ലിലാണ് നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നത്. പിന്നെ ഇത് സൂപ്പിൻ്റെ സാധനമാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു പാക്കേജ് പോലെ ഒരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പം ആ ഒരു സെറ്റിനകത്ത് കുറേ ചിക്കനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിപ്പോൾ അവർ കൊണ്ടുപോയി വെക്കുന്നത് കേട്ടോ. സൂപ്പ് നമ്മൾ ഓർഡർ ചെയ്യുക അല്ലേ. ആദ്യം കൊണ്ടുപോയിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഒരു ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ സൂപ്പിൻ്റെ സാധനം വെക്കും. ഇത് സൂപ്പിൻ്റെ സാധനം വന്നല്ലോ. ഇതിനകത്ത് ക്രാബൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, വെജിറ്റബിളിൻ്റെ ഒരു പ്ലാറ്റർ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ടേബിളിലും ഈ സംഭവം തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ സീ ഫുഡ് അല്ല പറഞ്ഞത്. സീ ഫുഡിനകത്ത് ഇതുണ്ട്. ഇത് ക്രാബ്, പിന്നെ ഇത് പ്രോൺസ്, പിന്നെ തോഫു, പിന്നെ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ അവരത് എല്ലാം സെറ്റ് ചെയ്ത് തരും കേട്ടോ. അവരത് ബേസ് ശരിയാക്കും കേട്ടോ. ഇവിടെയാണ് ഈ സാധനങ്ങളെല്ലാം ബാർബിക്യൂ ചെയ്തേക്കുന്നത്. ബാർബിക്യൂ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതുണ്ട് ഈ ഒരു സംഭവം അത് ഓണാക്കി. അപ്പോൾ ഇനിയിപ്പോൾ അത് നല്ല ചൂടാകും കേട്ടോ. ഇത് ടച്ച് ചെയ്തേക്കില്ല കേട്ടോ. ഇത് ഗൈസ് അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 ഐറ്റംസ് ആണ് നമ്മൾ ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. സൂപ്പിന്റെ ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് 12 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും ഇവിടെ ഇതിന്റെ 11 മിനിറ്റ്സും കൂടെ ഉണ്ട്. അപ്പൊ എന്നാലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൂപ്പ് കഴിക്കാനുള്ള പാകത്തിനാവുള്ളൂ. ഓക്കെ. ഓ അടിപൊളി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ കൊറിയൻ ബാർബിക്യൂ ഇത് ചെയ്യുന്നത്. Yeah. Thank you. അപ്പൊ ഇതുണ്ടോ ഇത് പലതരത്തിലുള്ള മീറ്റുകളാണ് കേട്ടോ. ഇതെല്ലാം ഓരോ സോസ് ഇത് പ്രോസസ് ചെയ്താണ് കേട്ടോ. ഇതുണ്ടോ ജിൻസൺ, വൈൻ, പൈൻ ലീവ്സ്, ഗാർലിക്, പിന്നെ ഹെർബ്, കറി. നല്ല അടിപൊളിയായിട്ട് ഇതുണ്ടോ. ട്രൈ ദ ഓർഡർ ഫോർ ബെറ്റർ ടേസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഇതുണ്ടോ ഈ ഓർഡറിൽ വേണം കേട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ. അവര് ഫ്രൈ ചെയ്യും. ഈ ആദ്യം ഇവർ ഈ 4 വെക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതുണ്ടോ ഈ സാധനം. ഇത് പലതരത്തിലുള്ള മീറ്റുകളാണ് കേട്ടോ. അപ്പോൾ അവര് ആക്ച്വലി 4 ഇവിടെ വെക്കും. അത് കഴിഞ്ഞിട്ട് 4 ചെയ്തു തരും. അപ്പോൾ അവരും ചെയ്തു തരും. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതുണ്ട് ഒരു സലാഡൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതുണ്ട് ഈ ഒരു 9 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു മാഗ്നറ്റ് പോലത്തെ സാധനമാണ്. അപ്പോൾ നമുക്ക് 9 മിനിറ്റ് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് അവർ വന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ ഈ സാധനങ്ങളൊക്കെ ഇത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം 5 മിനിറ്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്നിട്ടേ നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ വന്നിരുന്ന് നമുക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റിയത്. അപ്പോൾ ഗൈസ് ഇതുണ്ട് അവർ ഓരോ മീറ്റ് എടുത്തിട്ട് അവർ ഈ കല്ലയിലോട്ട് ഇടുവാണ് കേട്ടോ. ഈ പുകയല്ല ഇതിനകത്തോടെ ഇങ്ങനെ കയറി പോകും.
ഗൈസ് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് റെഡിയായി കേട്ടോ. ഇത് എല്ലാവരും എടുത്തോ, അടിപൊളി സാധനം. അപ്പോൾ ഗൈസ് ഈ ഒരു 4 മീറ്റ് അവർ ഇതിലേക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് കഴിച്ചോളാൻ പറഞ്ഞു. ഇതിങ്ങനെ ഇതിപ്പോൾ അവർ ഇതുണ്ട്, ഇത് റോ മീറ്റാണ്. റോ മീറ്റ് അത് നല്ല സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോന്നെടുത്തിട്ട് ഇവിടെ ഒരു ചില്ലി പോലത്തെ സാധനമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് സൂപ്പ് എടുക്കാം. സൂപ്പ് എടുത്തിട്ട് എൻ്റെ മണ്ടയിലോട്ട് കഴിക്കാം. എന്നിട്ട് ഇത് വിചാരിച്ചോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ മഷ്റൂം അല്ലേ, മഷ്റൂമിൻ്റെ ട്രൈ ചെയ്തിട്ട് ഇത് പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സ്പൈസി അല്ല പറഞ്ഞു, നമ്മളൊരു മീഡിയം ഒരു സ്പൈസി ഒക്കെയാണ് പറഞ്ഞത്. എനിക്കിത് ഏതല്ല, ഈ മീറ്റ് ഏതെല്ലാം ഇഷ്ടപ്പെട്ടത്. ഇത് കിടിലോ ഇത് സംഭവം. ഇതുണ്ട് ഇത് കിടന്ന് തിളക്കുന്ന കണ്ട് മനെ തിളക്കുന്ന കണ്ടായിരുന്ന സൂപ്പർ സാധനം, അടിപൊളി. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത മീറ്റ് എടുക്കുമ്പോൾ ഞാൻ ബാക്കി കാണിക്കാം കേട്ടോ. നിങ്ങളിതൊന്ന് ഫിനിഷ് ചെയ്തു. ഇതിപ്പോൾ അടുത്ത സെറ്റ് ഇടാനുള്ള പരിപാടിയാണ്. അതിനാണ് ഇവർ ഈ ഒരു സാധനം വെച്ച്, അതെന്തോ വെജിറ്റബിളാണെന്ന് തോന്നുന്നല്ലേ, എന്തോ സാധനം ഇട്ടത് അതിൻ്റെ അകത്തെ ആ ഒരു കരിഞ്ഞ ഭാഗമൊക്കെ കളയുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് ബാക്കിയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഗൈസ് നമ്മളിതുണ്ട് ഇവിടെ നിന്നാണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ലോറക്ക് ഇഷ്ടപ്പെട്ടോ? ലോറ ഓക്കെ, വെരി നൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോകണം ഗൈസ്. അപ്പം നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വിയാ സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ലൂക്കസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ലൂക്കസിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്, വിയാ സോൺ. അപ്പോൾ ഈ വിയാ സോണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ ഈ ഒരു ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നതാണ്. പിന്നെ ഈ കണ്ടോ, ഇത് 2 to 4 പാക്സിലുള്ള കുറേ ഗെയിംസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം 2 പേരും വേണമെന്നാണ് അവർ പറയുന്നത്. മിനിമം ഒരു ടീം ഇവൻ്റ് ആണത്, ടീം ഗെയിമാണത്. അപ്പം അതിന് 40 റിങ്കറ്റ് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, ടീം ഇവൻ്റ് കളിക്കാൻ വേണ്ടി ഇവിടെ നിഷ അവൈലബിൾ അല്ല. പിന്നെ ലൂക്കസ്, പിന്നെ ലോറയ്ക്ക് അത് പറ്റിയല്ല, കാരണം അത് സ്കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ ലൂക്കസ് ഇതുണ്ട്, ഇവിടെ ഒരു പ്രീമിയത്തിൻ്റെ ഡെസ്പറേറ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സാധനം എടുക്കാൻ പോകണം. അത് സോംബിയാണത്. നീ സോംബിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇത് മോൻ്റെ ഒരു ബർത്ത്ഡേ പ്രസൻ്റ് ആയിട്ട് അപ്പോൾ തരുന്ന ഒരു സാധനമാണ്. എല്ലാത്തിനെയും അടിച്ച് വീഴ്ത്തി കൊണ്ടുപോകാം. ഓക്കെ, ഗൈസ്, അപ്പോൾ ലൂക്കസ് ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോവാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു റൂമിനകത്താണ് കേട്ടോ പരിപാടി. ഓക്കെ, സീ യു ലൂക്കസ്, ബൈ ബൈ. അതെന്നാണോ പരിപാടി എനിക്കറിയത്തില്ല. ഇതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഭയങ്കര സംഭവമല്ലേ ഇത്? ഇതെങ്ങനെ സംഭവം എങ്ങനെ ഇത്? ഞാൻ പണ്ട് ഒരു തവണ വെടിവെച്ച് ഞങ്ങള് ഒരു ടീം ഇവന്റ് ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു റൂമിനകത്ത് കയറിയിട്ട്, അത് പക്ഷെ ഒരു 5-6 പേരുണ്ട്. എന്നിട്ട് ഇരുന്നിട്ട് എല്ലാവരും ഇരുന്ന് വെടി പടയൊക്കെയാണ്. നല്ല രസമാണ്. കാരണം അതിനകത്ത് കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ലോകത്തായിരിക്കും. പിന്നെ നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റിയല്ലോ നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ റൂമിലായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഭയങ്കര ഗെയിമായിരുന്നു. ലൂക്കസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ലോറ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാനൊരു ചായ മേടിച്ചു. അതെന്തോ വാനില ക്രീം ഇതാണ്, സ്റ്റാർബക്സിൽ നിന്ന് മേടിച്ചത്. നമ്മുടെ പരിപാടികളെല്ലാം ഇന്നത്തെ കഴിഞ്ഞു. നമ്മുടെ ഒരു ബർത്ത്ഡേ വ്ലോഗ് ആയിരുന്നു. അതായത് ഒരു ഫുൾ ഡേ നമ്മളിന്ന് സിനിമ കണ്ടു, പിന്നെ നല്ല ഫുഡ്, കൊറിയൻ ഫുഡ് ബാർബിക്യൂ കഴിച്ചു, VR ARൻ്റെ ഒരു ഗെയിമിങ് കളിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ കോഫി എല്ലാം മേടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ
നമുക്ക് ഇനി അടുത്ത ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ പരിപാടികളൊക്കെ? അപ്പോൾ see you guys later. This is Tony Chan Singapore signing out. Bye.